ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര. ഇത് പിടിച്ചു നിർത്തണം. ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത്. അതിനാ സ്വർഗം. ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും യാ അല്ലാ, അത് നടക്കൂല. ആരാ ബുദ്ധിമാനി? ആരാണ് ബുദ്ധിമാനി? ബുദ്ധിമാനി എന്ന് പറഞ്ഞത് കുറെ 100,000 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല. ക്വിസ് മത്സരം, ബുദ്ധിജീവി അതൊന്നുമല്ല. റിയാലിറ്റി ഷോകൾ നിങ്ങളങ്ങ് ഷോക്കേസ്, ഇതൊന്നും അല്ലടോ ബുദ്ധി. അൽ ഖൈസ്, ആരാണ് ബുദ്ധി? മൻ ദാന നഫ്സഹു, ശരീരത്തെ അടക്കി പിടിച്ചവൻ. ഉന്യാസം ചെയ്യണമെന്നൊക്കെ തോന്നി, അവിടെ അടങ്ങി കിടക്ക്, നരകമാണ് നീ ചോദിക്കുന്നത്, പോകല്ല. മൻ ദാന നഫ്സഹു, ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനി. അവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി. ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ബുദ്ധിയില്ലാത്തവൻ മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹിൽ അമാനി, തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചങ്ങോട്ട് ജീവിച്ചു, തോന്നിയതൊക്കെ ചെയ്തു. അവന് തോന്നി അവളെ പ്രേമിക്കണം എന്ന് അവളെ കൂടെ, പിന്നെ തോന്നി അല്ല പിന്നെ ബണ്ട കൂടെയാണ്, പിന്നെ അവളെ കൂടെ, പിന്നെ തോന്നിയതല്ല അവളെ കല്യാണം കെ, പിന്നെ അവളെ തൊലാക്കല്ല, പിന്നെ വേറൊന്ന് കെട്ട, ഇങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു. എന്തേവൻ ചെയ്തത്? ഞാൻ മുസ്ലിമാണല്ലോ, രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിലൊരു തോന്നലും. എന്ത് കുർത്തക്കേട് കാണിച്ചാലും പിന്നെ ഒരു ഹജ്ജ് ചെയ്തല്ലോ, ഉസ്താദന്മാരോട് ദ്വാരക്കാൻ 100 രൂപ കൊടുത്താലേ ആ ദ്വാരക്കണ് കബൂലാക്കിയ ഞാൻ രക്ഷപ്പെടുമല്ലോ. നീയാണ് പരമവിഡ്ഢി, നീയാണ് പരമവിഡ്ഢി. നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലേ, നിനക്ക് ഇഷ്ടമാണെന്നല്ലേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാ ചെറുപ്പക്കാരുടെ പ്രശ്നം. എന്താ നമ്മുടെ ഈ സിനിമകൾ പഠിപ്പിക്കണം? എന്താ ഇയാളോ അന്നൊക്കെ ഉസ്താദ്മാര് പറഞ്ഞു ഈ പെട്ടിയൊക്കെ നിങ്ങൾ പൂട്ടി വെച്ചോളി അല്ലേ, ഇത് ശൈത്താൻ പെട്ടിയെന്ന്. അന്ന് നമുക്ക് ഉസ്താദ്മാരെ കണ്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല. ഇപ്പൊ ആർക്കാപ്പ തിരിഞ്ഞത്? ലോകം ആർക്കാപ്പ തിരിഞ്ഞത്? ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാൽ കിട്ടും. ചാനലുകാരൻ 4 ആളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് 2 മണിക്കൂർ ചോദിച്ചതന്നെ പിന്നെയും ചോദിക്കും, പറഞ്ഞ തന്നെ പിന്നെയും പറയും. ഓന്റെ പണിയാണ്. അവൻ 2 മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂല. നമ്മൾ വാ വിളിച്ചങ്ങനെ കാണുക, ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ. നാളെ പോലും ജയിക്കോ ഇല്ലേ? ഇതാ ചർച്ച, ഇന്നത്തെ രാത്രിയിലെ ചർച്ച. നാളെ ആര് ജയിക്കും? പൊന്നാര ചങ്ങാതി, നാളെ നേരം വെളുത്താൽ കിട്ടുന്ന സംഗതിയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യും. അത് ചെയ്യൂല, അങ്ങോട്ട് പറയണം. വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയത്. ഏത് ആണുങ്ങളെ ഈ വാർത്ത കാണുന്നത്? എന്തിനാ ഇത് നടക്കുന്നത്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ? എടുത്തൊഴിവാക്കിക്കോ, പച്ചങ്ങ് ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? നീയും നിന്റെ പടച്ചോനയിക്കോ, നീ നിന്റെ റബ്ബുമായിട്ട് ഇതിന് തീർത്തേക്ക്. അതല്ല, ഇത് ഔട്ട് ഓഫ് കൺട്രോളാ. കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും, പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും. എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ. അതിന് 2 ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നെ ഒരു അയലോകത്ത് പോയി കാണലോടും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നിന്റെ വീട്ടിൽ അതിനവസരം കൊടുക്കണ്ട. സിനിമകൾ പഠിപ്പിച്ചതെന്താ? തന്നിഷ്ടം. അതാ എനിക്കിഷ്ടം, എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുറെ പെണ്ണിട്ടുള്ള രാജ്യരും പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും. ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ? എന്നിട്ട് എന്തായി പറയണത്? 15 വയസ്സുവരെ 20 വയസ്സുവരെ 18 20 വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ? ജീവിക്കണ എന്തിനാ? കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കണത്. അങ്ങനെ പറയാം. ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ റൊമാൻറ്റിക് ആകുമ്പോ എന്ത് കുഞ്ഞ്, എനിക്കിപ്പോ കുഞ്ഞൊന്നും വേണ്ടെന്നൊക്കെ തോന്നും. അതൊക്കെ നീ പറയടോ. 2 കൊല്ലം കഴിഞ്ഞാൽ നിനക്കും തോന്നൊരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം. ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത്. കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ? 15 18 വയസ്സാകുമ്പോ 20 വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയാപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്താൻ. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ, പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി, ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയും, എനിക്ക് മറ്റവരോട് ഇഷ്ടമാണ്. എന്താടോ നീ പറയുന്നത്?
പെണ്ണ് പറയാ എനിക്ക് പുതിയാപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത്? ആരാണ് നിന്റെ ഉസ്താദ്? ആരാണ്? അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത്. അല്ലേ? സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരത് സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല. മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അല്ലേ? ഇത് കല്യാണം കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോകുള്ളൂ. എനിക്കിവനെ വേണ്ട. ആരാ നീ പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്? ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചുറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോകില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ചു നിന്റെ സ്വന്തം എന്ത് മണ്ടാങ്ങട്ടാ, നിന്റെ സ്വന്തല്ലേ? അള്ളാഹു ഹലാലാക്കിയത് നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ. നിങ്ങൾ അള്ളാഹു തആല മനുഷ്യ ജീവിതത്തിലെ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധമെന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഇന്റിമസി എവിടെ വേണം? അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അൻകഹതുക വസവ്വജ്തുക, എന്റെ പെണ്ണിനെ അള്ളാഹനെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, പൊരുത്തപ്പെട്ടു തരുന്നു. ബിമഹരി കദാ, എന്റെ റസൂൽ പഠിപ്പിച്ചത് അതാണ്. ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിന് ഹലാലാകുന്നത്. ഹലാലായ അള്ളാഹു പുണ്യമാക്കിയ നിക്കാഹിലൂടല്ലേ? ആ നിക്കാഹിലൂടെ നീ സ്വീകരിക്കേണ്ടതിന് പകരം നീ ഒളിച്ചോടിയിട്ട്, എന്തായി ഒളിച്ചോട്ടെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ? ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂരിന്ന് വിടും ബാംഗ്ലൂരിന്ന് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഡൽഹി ആയിരിക്കും, അല്ലെ ബോംബെ. കയ്യിലെ സ്വർണ്ണൊക്കെ തീർന്നല്ലേ? നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാലകൾ കിട്ടിയ പ്രാശിന് ബിദറാഹിമ ബഖ്സിൻ ജിനാ ബിബിദാഅത്തിൻ മുസ്ജാഹ് ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ജോലിക്കാരോട് പോയി പറയണ വാക്കാതെ. പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ? തന്നേക്ക് ഗ്രാമിന് ഇത്ര, അതിന്റെ പണിക്കൂലി ഇത്ര, പണി കുറവിത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണ്ണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റുകളിലെയോ കണ്ട ജ്വല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ? പിന്നെ നിന്നെ കാഴ്ചവെച്ചില്ലേ മറ്റുള്ളവർക്ക്? നിന്നുകൊടുത്തല്ലേ? പെണ്ണേ, അൽ-ഈമാനു സിർബാലുൻ യുസർബിലുഹുല്ലാഹ്. ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ചാർത്തിക്കൊടുക്കുന്ന വസ്ത്രമാണ്. ലാ യസ്നി الزാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാനില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പൊട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനില്ലെന്ന് അല്ലാഹു ഈമാനിനെ ഉയർത്തിക്കളഞ്ഞു. ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ വഅദല്ലാഹു അല്ലദീന കഫറൂ, അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ? നാറ ജഹന്നം, നരകമാണ്, തീയാണ്. യിലേക്കാണ് നിന്റെ പോക്ക്. ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവുണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ 1, 2, 3 മക്കള് ജനിച്ചിരിക്കെ, അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിക്കെ, നീ വല്ല +2നോ നീ വല്ല ഗ്രാജുവേഷനോ പഠിക്കാന്ന് വിചാരിക്കെ പെൺകുട്ടി, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമ് കൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം? അള്ളാഹു അനുവദിച്ചതിനെ നീ പിച്ചു ചീന്തുകയും ഹറാമാക്കിയതിനെ നിന്റെ
നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ? അതുകൊണ്ടല്ല സഹോദര പ്രേമകല്യാണങ്ങൾ നിലനിൽക്കാത്തത്. എന്താ ഈ പൊളിഞ്ഞു പോണത്? താരെ തോൽക്കിയല്ല ഇതൊക്കെ പറയും. പ്രേമുണ്ടാവുമ്പോ എന്തൊക്കെയാ പറയും ചെറുപ്പക്കാർ. ഭയങ്കര റൊമാൻറ്റിക്കാ. ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി പോകും. ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു പ്രശ്നം. ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം, ലെറ്റ് ഇറ്റ് ബി ഇംഗ്ലീഷ്, മലയാളം, എനി ലാംഗ്വേജ്, അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞ തോന്നിവാസങ്ങളായിരിക്കും. പിന്നെ ഈ സാഹിത്യകാരന്മാർ എഴുതിവിടുന്നത് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഈ വികാരങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടങ്ങ് വിടാനേ പറ്റുള്ളൂ. ഷേക്സ്പിയറൊക്കെ കുറെ എഴുതി പല തോന്നിവാസങ്ങളും. നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എന്നിട്ട് അങ്ങോട്ട് പറയാ, എനിക്ക് നീ വിളിച്ചാ ഞാൻ വരും. ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ? ആരുടെ കൂടെ പോണം? നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടല്ലേ പോകാൻ പാടുള്ളൂ. ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ. ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അങ്ങനെ തോന്നിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാനിതിനിൽ മോളെ ഞാനും നീയും മുസ്ലിമല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് തിരിച്ചവൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ? അല്ലേ? നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം. ഈ ഫേസ്ബുക്ക് തന്നെ കിതാബ് കൊണ്ടപ്പോ കുടുങ്ങിയത് വല്ലാത്തൊരു കിതാബായി പോയി. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. അതിൽ എല്ലാ തെറ്റുമുണ്ട്, ചെറുതും വലുതൊക്കെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് നമ്മുടെ സെക്ഷൽ ഏർജസ്, മനുഷ്യന്റെ വൈകാരികമായ തൃഷ്ണകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു ഖുർആനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചുകൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന് പകരം അവരുടെ കൂടെ പിശാചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ? അല്ലേ? വല്ലാഹു യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ്. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഖൈറില്ല കേട്ടോ. അല്ലാഹുവിനെ പറ്റിയാണോ നിന്റെ ആഖിറത്തെ പറ്റിയാണോ അവിടെ ചർച്ച? അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്. നിന്റെ ഒരുപാട് സെക്കൻഡുകൾ നീ നഷ്ടപ്പെടുത്തിയില്ലേ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ? എന്റെ മുഅ്മിനെ, ഇതൊക്കെ നമ്മുടെ TV സംസ്കാരമല്ലേ മുഅ്മിനെ? അല്ലേ? നിങ്ങൾ പറഞ്ഞു ഇവിടെ വേദം പറയേണ്ട ഉസ്താദന്മാര് ജാതി മതം നോക്കാൻ നീ ഇറങ്ങിപ്പോയിക്കോ. മുസ്ലിമായിട്ട് മസ്അല പറയാം. ഫിഖ്ഹിന്റെ മസ്അല എന്താ? മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും, മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാത്തിലാണ്. ഒരാൾക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും. ഇതാണ് ശറഇന്റെ നിലപാട്. അതുണ്ടായിരിക്കെ പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ, നിന്നെക്കുറിച്ച് എനിക്ക് ബേജാറുണ്ട്. മുസ്ലിം ചെറുപ്പക്കാര, നിന്നെക്കുറിച്ചാണ് എനിക്ക് പ്രശ്നം. മുസ്ലിമീങ്ങൾ പലരുണ്ട്, അവരെ പറ്റിയല്ല. ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല, ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാര, ഇതാണ് അള്ളാഹുവിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ, പറയൽ എന്റെ ബാധ്യതയാണ്. ഒരന്യ പെണ്ണിനെ, മുസ്ലിമല്ലാത്ത പെണ്ണിനെ, മുസ്ലിമിനെ പോലും മുസ്ലിമത്തായ ഒരു അന്യ ആണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദര നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത്? അതാരാ തന്നത്? പിന്നല്ലേ ഒളിച്ചോട്ടം. നിനക്ക് പറയാൻ പറ്റൂ എനിക്ക് അവളെ ഇഷ്ടമായി. ആര് തന്നടോ? ആര് തന്നു ഇങ്ങനെ നിനക്ക് പെർമിഷൻ? ആര് തന്നു? അവനവന്റെ ശരീരത്തിന് ആഗ്രഹങ്ങൾ കാണും, ഹോർമോണുകൾ വളരും, ഇതൊക്കെ സയൻസ് പറയും. പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് അല്ലാഹു സ്വർഗം തരുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് പണിയാണ് നമ്മളോട് ചെയ്യുന്നത്?
പിന്നെ എന്തിനാ സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു വില്ലല്ല, കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ല. അല്ലാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത് ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത്. അതുമാത്രമോ അതിനാ അഹ്ലുൽ ജന്നതി മൻസില, നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആള് യുഅതാഹു മിസ്ലൈ ദുനിയാ, ഈ ലോകത്തിന്റെ 2 ഇരട്ടി വലുപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. എങ്ങനെ? സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകത്തിന്റെ ആറങ്ങാടിയോ കാഞ്ഞങ്ങാടോ അല്ല, കേരളോ ഇന്ത്യയോ അല്ല, ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല, ഈ മഹാപ്രപഞ്ചത്തിനോളം 2 വലുപ്പമുള്ള ലോകം അള്ളാഹു തരുന്ന ആർക്ക് ഏറ്റവും ചെറിയ പ്രതിഫലം അതാ. പിന്നെ വലുതിന്റെ കഥ എന്താ? ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കത് തോന്നി ഞാനങ്ങോട്ട് ചെയ്തു അല്ലേ? നിന്റെ തോന്നലിനല്ല അള്ളാഹു നിനക്ക് ഓക്സിജൻ തന്നത്. നിന്റെ മൂക്കിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത് എടുക്കാൻ പോലും നിനക്ക് തോന്നുന്നില്ല. അത് ഒരു ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണമെന്ന് പറഞ്ഞാൽ എത്ര ആള് മരിച്ചു പോയേനെ. ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണ്ടിയിരുന്നു. ഞാൻ ഇപ്പൊ ഒന്ന് ശ്വസിക്കട്ടെ, അള്ളാ ഞാൻ ശ്വസിക്കാൻ മറന്നുപോയല്ലോ. ഇതൊന്നും നീ അറിയുന്ന പോലും ഇല്ലല്ലോ. എത്ര കൂളായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ വലുത് അറിയുന്നുണ്ടോ? വലിയൊരു സാധനം ഒരു സെക്കൻഡിൽ 70ഓളം ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും. ഈ തലയും നിന്റെ ബ്രെയിനും നിന്റെ ഹാർട്ടും നിന്റെ ലിംസ് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെ തന്നത് എന്തിനാ? അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാ. അത് അള്ളാന്റെ ലോകമാണ്. റബ്ബിന്റെ നിയമം ഇവിടെ വേണം. അള്ളാഹുവിന്റെ ലോകമാണിത്. ഇവിടെ വന്നത് നീയല്ല, ഈ ലോകം പടച്ചത് നീയല്ല. ഇവിടുത്തെ വൃക്ഷങ്ങളോ ഇവിടുത്തെ നാളെ സൂര്യൻ ഉദിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. ആരറിഞ്ഞു? ആരായി സൂര്യനെ ഉദിപ്പിക്കുന്ന? യുണൈറ്റഡ് നേഷൻസോ USA-യോ? ഏത് രാജ്യമാ? നാസയോ? ഇവർക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ നാളെ ഉദിക്കുന്നില്ല എന്ന് കരുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളത്തെ രാവിലത്തെ പരശുവിന് കോഴിക്കോട്ടേക്ക് പോകണം. നാളെ പരശു ഉണ്ടോന്നോ നാളെ സൂര്യ ഉദിക്കുന്നുണ്ടോന്നോ ആരറിഞ്ഞു? ഈ ഭൂമിയെ കറക്കണ്ടേ? ആരായി കറക്കണത്? അല്ലാഹു ജല്ല ജലാലു. അതിനനുസരിച്ച് സൂര്യന്റെ ഭ്രമണം നടക്കണം. ആര് നടത്തുന്നു? അല്ലാഹു ജല്ല ജലാലു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്തെ ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യ, ഇവിടെ റബ്ബിന്റെ നിയമമുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ, ഇസ്ലാം ഖുർആൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആവേശ. ഈ ഖുർആന്റെ നിയമമാണ് നമ്മൾ ഈ പറയുന്നത്. ഖുർആനിന്റെ നിയമമായി പറയുന്നത് അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാമെന്ന ലോകമാണിത്. ഇവിടെ അള്ളാഹുവിന്റെ നിയമമാണ്. ഗോഡ് റൂൾസ്. അള്ളാഹ്ക്കാണ് അവിടെ ഭരണം. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം നല്ലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ. ഉമർ റളിയല്ലാഹുവിനെ എപ്പോഴും പള്ളിയിൽ കാണും. ചെറുപ്പക്കാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരനിൽ ഒരു നന്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുമുഖനായൊരു ചെറുപ്പക്കാരൻ. ചെറുപ്പക്കാർക്ക് 4 മസിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുപ്പായൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഒന്ന് കനം കുറച്ച് ആ മസിൽ അവന്റെ 6 പാക്കോ 8 പാക്കോ എത്ര പാക്കോ യാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് കാട്ടി നടക്കാൻ അവന് ഉറക്കം വരൂല. ശരിയല്ലേ? എന്തിനാ നിനക്ക് ഇതൊക്കെ തന്നത്? നാളെ ജീവിക്കണ നേരത്ത് അന്തസ്സിൽ നിസ്കരിക്കാൻ പറ്റണം അല്ലേ? വടി ഊന്നിയിട്ടും ഇരുന്നിട്ടും കസേരയിലും ചാരിയിട്ടൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലേ? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. എനിക്ക് അന്തസ്സ് തന്നെ നിസ്കരിക്കണം, തനിക്ക് ആരോഗ്യം വേണം. അതിന് നീ ജിമ്മിന് പോയിക്കോ. എന്റെ മസിൽ കാട്ടാൻ വേണ്ടി പോകണ്ട. നീ ജിമ്മിന് പോണത് അതിനാണ്. എന്ത്? എന്റെ റബ്ബ്. ഇവിടെ തോന്നിവാസമോ പ്രശ്നങ്ങളോ നടക്കുമ്പോ ഇടപെടേണ്ടി വരും. നിനക്കതിന് ആരോഗ്യം വേണം. നീ അതിനൊക്കെ ചെയ്തോ, എന്നല്ലാതെ ബൂസ്റ്റ് ചെയ്യണ്ട. എന്റെ മസിൽ കണ്ടോ, എന്റെ മസിൽ കണ്ടിട്ടുണ്ടോ, ഈ പാട്ടൊന്നും നീ പാടാൻ നിൽക്കണ്ട. ഇതൊന്നും കാണിച്ചു കൊടുക്കും വേണ്ട. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. എല്ലാം ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ നല്ല 1-ാം സഫിലുണ്ടാവും. ഉമർ തങ്ങൾ സ്വലാഹ് കൊണ്ട് വിധിച്ചു, നല്ല മനുഷ്യനാണ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ പറ്റി ഫിത്ന. പടച്ച തമ്പുരാനെ, പെണ്ണുങ്ങളുടെ ഫിത്ന ഭയങ്കര. ആണുങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ഫിത്ന ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും ഫിത്ന ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇബ്ലീസ് കടന്നിട്ട് ചിരിക്കുകയാണ്. ഒരു പണിയില്ല, എല്ലാവർക്കും 2 കൂട്ടരും ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കല്ലേ. മുമ്പ് ഗാലറി കടന്നിരിക്കുകയാണ് ഇപ്പൊ. പണിയൊക്കെ നടക്കുന്നുണ്ട്, കൂളായിട്ട് നടക്കാണ്. എല്ലാരും തോന്നിയ പോലെയൊക്കെ നടക്കണത്. ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് പറഞ്ഞാലും യേശുവില്ല. എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. നീ കണ്ടേക്കണം. ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കരിച്ചു വരുന്ന നേരത്താണ്. ശ്രീമ മനസ്സിലാക്ക്, ഇതൊന്നും ഇന്നൊന്നിലുണ്ടായ വിഷയങ്ങളല്ല. ഇശാ നിസ്കരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു,
യാ ഫതാഹ് അൻത തുഅ്ജിബുനി, ചെറുപ്പക്കാരാ ഐ ലവ് യു. ഇതാണ് വാക്കിന്റെ അർത്ഥം. നിങ്ങളോട് ഇഷ്ടമാണെന്ന വാക്കിന്റെ അർത്ഥം. അൻത തുഅ്ജിബുനി, ഐ ലവ് യു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഫിത്തിനല്ലേ. ഉസ്താദുമാരോടൊക്കെ ലവ് യു അറിയില്ല കുട്ടികളെ മദ്രസയിൽ. ടീച്ചർമാരോടും മാഷ്മാരോടൊക്കെ പറയണതൊക്കെ സിനിമകളൊക്കെ ഇതിവൃത്തങ്ങൾ എല്ലായിടത്തും തോന്നിവാസം ഉണ്ടാക്കുകയാണ്. ഇതന്നെ ആകെ ജീവിക്കണ തോന്നിവാസത്തിന്. എന്ത് പാട്ട് പാടിയാലും അതിലും തോന്നിവാസം, ഡാൻസ് ചെയ്താലും തോന്നിവാസം, റിയാലിറ്റി ഷോ അതിലും തോന്നിവാസം, ഇറച്ചി കാണിക്കുക, ചാടിക്കളിക്കുക, വ്യഭിചാരത്തെ പറ്റി ചിന്തിപ്പിക്കുക. പിന്നെ മനുഷ്യൻ എന്താ, നമ്മളെ ആരോ ഒരാൾ പ്രസംഗിച്ചോ അങ്ങനെ ഇക്ലിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചിരിക്കാതിരിക്കാന്ന് എങ്ങനെ പറ്റുക? ഇക്ലിപ്പെടുത്തുന്നുണ്ട്, പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുകയാണ്? സംഗതി ഭയങ്കര ഗൗരവമാണ്. ഇതൊന്ന് സീരിയസ് ആയി ആലോചിച്ചിട്ടില്ലെങ്കിൽ മുമ്പിനെ ഈ ഖബറിൽ പോയി കിടക്കണ നേരത്ത് അവിടുത്തെ ലോകം എന്താണെന്ന് പഠിക്കുക. എന്താണ് അവിടെ നടക്കുന്നത്? വിചാരണ തുടങ്ങാൻ പോണ സ്ഥലമാണത്. അവിടെ പോയി കിടക്കാനുള്ള തടിയാണ് ഞാനെന്ന് ഓർത്തേക്കണം. ആ ചെറുപ്പക്കാരനെ പിടിച്ചു വെച്ചൊരു പെണ്ണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, മഅദല്ലാഹ്, എനിക്ക് മോളെ പെണ്ണെ ഞാൻ നിന്നോട് സംസാരിക്കൂല, എനിക്ക് മിണ്ടാൻ പറ്റൂല, ഹറാമാണ്, നിന്നോട് എനിക്ക് മിണ്ടാൻ പാടില്ലല്ലോ പെണ്ണെ. പെണ്ണ് വിട്ടില്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ കല്യാണം കഴിക്കുന്നു. യാ ഷാബ, അല്ലയോ ചെറുപ്പക്കാരി പെണ്ണെ, എന്നെ വിട്ടേക്കണം, എന്നെ വിട്. അതുമല്ല നടന്നത്. ഈ പെണ്ണുകളെ കയറി പിടിച്ചു. വഴിയിലാണ്, നിസ്കാരം കഴിഞ്ഞ് വരുന്ന പോക്കിലാണ്. ഏതെങ്കിലുമൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിട്ടുണ്ടാവും. നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആയത്ത് ഓർമ്മ വന്നു. നമ്മുടെ ഖുർആനൊക്കെ തലയിൽ വേണം, ഖുർആനൊക്കെ ഓർക്കണം, എപ്പോഴും അത് ഓർമ്മ വരണം. അപ്പോഴതൊക്കെ നമ്മൾ ഓതുന്നതല്ലേ, പാടുന്നതല്ലേ, നമ്മൾ ചെല്ലുന്നതല്ലേ നാവിൽ വരൂ. മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉസ്താദെ ഈമാൻ കിട്ടി മരിച്ചാൻ വേണ്ടി തോർക്കണം. അള്ളാഹ് നമ്മളെല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. പക്ഷെ പാടി നടക്കുന്നത് MD ശ്രീകുമാറിന്റെ പാട്ടാ അല്ലേ? പാടി നടക്കുന്നത് നമ്മളെ ചിത്രചേച്ചിന്റെ പാട്ടാ. ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഇരുമെല്ലാം പറ്റുക? നിന്റെ നാവിന് നീ എന്ത് പരിചയപ്പെടുത്തി കൊടുത്തു അതേ നിനക്ക് ചൊല്ലാൻ പറ്റൂ. അവിടെ വെച്ചിട്ട് കലിമല്ലാനൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാറുണ്ടോ? ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? സ്വലാത്തിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? അള്ളാഹിനെ പറ്റി ഖുർആൻ ഓതാ, ഇതൊക്കെ ഓതുന്നവർക്കേ വരുള്ളൂ. അവിടെ വെച്ചൊരു അതൊന്നുമില്ല. കമാ തദീനു തുദാൻ, നീ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അള്ളാഹു നിന്നോട് പെരുമാറാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഓർത്തുവെക്ക മുഅ്മിനെ. എല്ലാം കൂടെ ഒരു ജനറേഷൻ മുഴുവനും നന്നാവാനുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നന്മയെ നിലനിർത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഈ ആയത്താണ് ഓർമ്മ വന്നു. അതല്ലേ ഭയങ്കര അത്ഭുതം. ഒരു പെണ്ണ് വിളിക്കുകയാണ് ഹറാമിലേക്ക്. നാളെ അർശിന്റെ തണല് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ 7 വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ്. എന്ത്? وإني أخاف الله من قال عندما الحمد لله وإني أخاف الله من قال عندما دعت ذات عال منصب وجمالي. ഹദീസ് ഇങ്ങനെ ഉലമാ പാട്ടാക്കി ചൊല്ലി പഠിപ്പിക്കുകയാണ്. وإني أخاف الله, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ, من قال عندما دعت ذات عال منصب وجمالي, നല്ല സൗന്ദര്യവും നല്ല അന്തസ്സുള്ള തറവാടും വീട്ടുകാര്, ആരോഗ്യമുള്ള ഭംഗിയുള്ളൊരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ അർശിന്റെ തണലുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരൻ ഓർത്തുപോവുകയാണ്. പെണ്ണുങ്ങൾ വിളിച്ചു. നമുക്കൊക്കെ ഈ മിസ്കോളാണ് ഇപ്പൊ വലിയ വിഷയം. ഈ ഒരു മിസ്കീനായൊരു വല്ലാത്തൊരു സംഭവമാണ് അതല്ലേ. ആള് മിസ്കീനാ, പക്ഷെ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ. ഈ ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തൊരു കുറെ നമ്പർ എടുത്ത് കണ്ടോലൊക്കെ വെറുതെ റാൻഡം നമ്പേഴ്സ്, റാൻഡം ഡയലിംഗ്, ഇങ്ങനൊരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ എന്റെ സംശയം. വെറുതെ ഡയലിംഗ് ഏതെങ്കിലും ആൾക്ക് ഇതേപോലെ മന്ത്രിക്കാർക്കും പോവാ. ചിലപ്പോ ഏതെങ്കിലും പെണ്ണിനോ ആണിനായിരിക്കും. പെണ്ണിനാണെങ്കിൽ സേവ് ചെയ്തൊക്കെ പിന്നെ വിളിക്കന്നപ്പോ അതിലാക്കും. എന്നിട്ട് ആ നമ്പർ വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ട് എറിയണ വരെ അവൻ വിളിച്ചേക്കും. ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാര് ജീവിക്കുന്ന കാലം. പടച്ചറബ്ബേ. പിന്നെ ഒരു മിസ്കോൾ വരാൻ കാത്തിക്കണ പെണ്ണുങ്ങളും എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ വിളിക്കും. ഇപ്പൊ എത്ര 100,000 പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും. ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ.
ഈ പ്രേമിക്കണോലെ വിഷയം അതാണ്. ഒരു കാണാൻ ചുരുക്കുള്ളവരൊക്കെ പ്രേമിക്കും, നിന്നെ മടുത്താ പിന്നെ അടുത്തേക്ക് പോകും. ഇതല്ലേ സംഭവിക്കുന്നത്? ഇതല്ലേ ലോകം? ഇതൊക്കെ തീർന്ന പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കും. പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ ഹിന്ദുവാ, വാപ്പ ക്രിസ്ത്യാനി, കുട്ടിക്ക് ഇപ്പൊ എന്താ പേരിടാ? എന്ത് വ്യഭിചാര സന്താനം, വ്യഭിചാരത്തിൽ ജീവിച്ചത്, വ്യഭിചരിച്ച് തുടങ്ങിയത്, മരിച്ചു. നീ ഒരു ഉമ്മയും വല്യമ്മയൊക്കെ പോകേണ്ട പെണ്ണല്ലേ മോളെ, നീ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ചെറുപ്പക്കാരാ. ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ. ഇതാണ് ഇത്ര വിഷയം. കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു US. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട്, നിങ്ങൾക്കത് ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ 2 തരാന്ന് പറഞ്ഞു. ചില കുട്ടികളൊക്കെ എന്ത് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ഒന്നിപ്പോ തന്നേക്കിന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടികളാ പറഞ്ഞത് എന്ത്, അരമണിക്കൂറല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വാങ്ങിക്കോളാം, ഞാൻ ഉണ്ടായിരുന്നോളാം. ഇതാണ് ബുദ്ധി. മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നോക്കേണ്ടത്. ഇപ്പൊ എനിക്ക് സന്തോഷം, അതല്ല, നിനക്ക് വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു. ഏത് ആനന്ദത്തിന്റെയും പിറകെ തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ, കഴിഞ്ഞില്ലേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ചെറുപ്പക്കാരൻ ഓർത്തുപോയത് അള്ളാഹുവിന്റെ ആയത്താണ്. പെണ്ണിന് ഓതിക്കൊടുത്തു, മോളെ, 2 പേർക്കും അറബി അറിയാം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പിശാചിന്റെ എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നിത്തുടങ്ങിയാൽ നമ്മൾക്കൊക്കെ ഇത് വരും, എല്ലാവർക്കും വരും. നിങ്ങൾ വിചാരിക്കും വേദന ഉസ്താദ് എന്തോ വലിയ മലക്കായിരിക്കും, ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേക്ക്. അതന്നെ എന്റെ അവസ്ഥ. നമുക്കൊക്കെ വരും, നമുക്ക് മനുഷ്യന്മാരല്ലേ, ദുഷിച്ച ചിന്തകൾ വരൂലേ? വരും. എന്താ ചെയ്യേണ്ടത്? തദക്കറൂ. അവിടെ അള്ളാഹുവിനെ ഓർമ്മ വരണം. യാ അല്ലാ, എനിക്കിത് പറയാൻ പാടില്ലല്ലോ, യാ അല്ലാ, എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ, പടച്ചവനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഫഇദാ ഹും മുബ്സിറൂൻ. അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കും, അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. തിന്മ ചെയ്യുമ്പോഴേക്കും അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. ഇതാണ് മുഅ്മിൻ, ഇവനാണ് മുത്തഖി. മുത്തഖീങ്ങൾക്കല്ലയോ ഖുർആനിന്റെ മാർഗദർശനം, അവർക്കല്ലേ അള്ളാഹ് സ്വർഗം തരാൻ വേണ്ടി പറഞ്ഞത്. എന്താ? തിന്മ വരുമ്പോ ഓർമ്മ വരണം. വെറുതെ കിട്ടിയതാ കുപ്പി, ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ ഡ്യൂട്ടി ഫ്രീ നിന്ന് കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട്. എന്നാ പിന്നെ അവന്റെ കൂടെ കൂടാ, ആ കുപ്പി തീരുന്ന വരെ അവന്റെ ഒപ്പം, അടുത്ത കുപ്പി വരുമ്പോ അവന്റെ കൂടെ. ഇങ്ങനെ ലാഭങ്ങൾക്ക് മസ്ലഹത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാർ. അള്ളാഹിനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ? വല്ല ചിന്തയും വരുന്നുണ്ടോ? യാ അല്ലാഹ്, അതെനിക്ക് പാടില്ലല്ലോ പടച്ചോനെ, ഹറാമാണ് റബ്ബേ, എനിക്ക് പാടില്ല. അല്ലാഹുവേ, ഇന്ന ലികുല്ലി മലികിൻ ഹിമ വഅലാ ഇന്ന ഹിമല്ലാഹി മഹാരിമു. അല്ലാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാം. ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ, ഇത് രാജസന്നിധിയാണ്. അല്ലാഹു തആല നിയന്ത്രണ മേഖല വെച്ചിരിക്കെ ഞാനതിൽ ട്രസ്പാസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവർ, അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങളെന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങ് ഓതുകയും ഫഖറ മഗ്ശിയ, ബോധരഹിതനായി വീണു. അവിടെ വീണു, ഈ പെണ്ണിന്റെ മുമ്പിൽ അങ്ങ് വീണു. ഇവള് എന്ത് ചെയ്യാൻ പറ്റും? ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണിരിക്കുക. കള്ളുടിച്ചിട്ട് നമ്മളൊക്കെ നാട്ടിൽ വീണ് നടക്കുന്നത്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ വീണതെങ്ങനെ? അള്ളാന്റെ ആയത്തോതി പേടിച്ചതാ. യാ അല്ലാഹ്. 2 പെണ്ണുങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരനെ ചുമന്ന് ഇവന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പൊ വീട്ടിലെ വലിയ അപ്പ ആ വീടിന്റെ മുറ്റത്തിരിക്കാറുണ്ട്. ആള് കണ്ടു, പടച്ചോനെ, എന്റെ കുട്ടിയെ എവിടുന്ന് കിട്ടി? ബോധം കെട്ട് കിടക്കുകയായിരുന്നു. എന്താ ഈ ബോധം കെട്ടത്? അള്ളാഹിനെ പറ്റി ഓർത്തിട്ടാ. എപ്പോഴാ അള്ളാഹിനെ പറ്റി ഓർത്തത്? ഒരു പെണ്ണ് ദേഹത്തെ കയറി നോക്കിയപ്പോ. നമ്മളൊക്കെ പിടിക്കാൻ വേണ്ടി നടന്നു കൊടുക്കുകയാണല്ലേ. ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോ മാത്രം ഈ ഒരുങ്ങിന്റെ സൈക്കോളജി എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലൊക്കെ മുഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധം ഉപയോഗിക്കാതെയും, വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുക, വീട്ടിൽ നീ നല്ല നിലക്ക് ജീവിക്കുക, നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ്. എന്നാ പിന്നെ കല്യാണാണ്, എന്നാ പിന്നെ ഒരുങ്ങി ചെത്തി പൊളിച്ച് എന്താ നടത്തം? അങ്ങനത്തെ പാട്ട് പാടുന്നുണ്ട്. കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ, തലശ്ശേരിത്തെ കണ്ടുക്കണോ, മാഹിത്തെ കണ്ടുക്കണോ? എന്താ ഈ നടക്കണതൊക്കെ കണ്ടില്ലേ? നമ്മളൊക്കെ ഇങ്ങനെയാണ്. നിന്റെ ലക്ഷ്യമെന്താ? നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്? എന്നെ നീ എടുത്തോ, ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ്, ഞാൻ വീട്ടുകാർക്കുള്ളതല്ല. അതല്ലേ പറഞ്ഞിട്ട് മലയാളം? നേരെ അർത്ഥപ്പതല്ലേ. ഞാൻ ഒരുങ്ങണത് നിങ്ങൾക്കാട്ടോ, നാട്ടുകാരെ നോക്കിക്കോ കേട്ടോ. പിന്നെ ഞാൻ ഒരുങ്ങണത് എന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആമല്ലേ.
അൽമർഅതു ഇദാ തഅഖറത്, ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ പൂശി പുറത്തിറങ്ങിയാൽ ഫഹിയ കദാ വകദാ, അവൾ വ്യഭിചാരിണിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും. യാ അല്ലാഹ്, ഹറാമല്ലേ മുഅ്മിനെ, ഹറാമാണ്, ഹറാമ. കല്യാണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യ്. അതിന് നിനക്ക് പറ്റണില്ലേ, നീ നോമ്പ് നോറ്റോ. ഫസൗമുഹു വിജാ ഫഹുവ ലഹു വിജാ. നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റണില്ലല്ലേ, നിക്കാഹ് ചെയ്യണവരെ, നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ, ഫസും, നോമ്പ് നോൽക്കുക. നിന്റെ ശരീരത്തെ അടക്കിപ്പിടുത്താൻ അത് നിന്നെ സഹായിക്കുന്ന. സുബ്ഹാനല്ലാഹ്.